എന്താ എന്താണ് ഈ ചെറിയ ചെക്കൻ ആന വികൃതിയാണ്. എന്താണ് എടവാൻ അതാ ഈറ വന്ന് കണ്ടോ ഓനൊന്ന് തല്ലിക്കോട്ടെ. മതി പോരെ വാ. തെറ്റി എഴുതല് കഴിഞ്ഞിട്ട് നീച്ചാ മതി കേട്ടോ. എഴുതുണ്ടോ? എന്നാ പോരെ. ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഈ നേരമായാലും നമ്മുടെ വീട്ടിലൊരു യുദ്ധമാണ് കേട്ടോ. ഹലാക്കിലെ ബഹളങ്ങളാണ്. ഈ രണ്ട് മക്കള് തമ്മിൽ ഭയങ്കര തല്ലാണ് കേട്ടോ. ഈസിപ്പോ വലുതാവും തോറും വികൃതി കൂടി വരുന്നുണ്ട്. അപ്പൊ നമ്മള് അടുക്കളയിലാണ്. ഇപ്പം നമ്മുടെ എന്താ പറയാ മരുവിനുള്ള തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഫുഡിന്റെ സമയമായപ്പോ നമ്മൾ അടുക്കളയിൽ കയറിയതാണ് കേട്ടോ. അപ്പൊ മക്കൾക്ക് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ചോറും കറിയൊന്നും വേണ്ട, മോരുകറിയും പിന്നെ ഉണക്കലൊക്കെ പൊരിച്ചതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ അത് രാത്രി വേണ്ട ഓൽക്ക്. അപ്പൊ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി തരുമോ ചോദിച്ചു. അപ്പൊ നമ്മള് ഒരു ചെറിയൊരു തട്ടിക്കൂട്ട് വെജ് ബിരിയാണി ഉണ്ടാക്കാന്ന് കരുതിട്ടോ. ഓൾക്ക് അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ എന്താ പറയാ എല്ലാ മക്കൾക്കും അങ്ങനത്തെ ഒക്കെ ഇഷ്ടമായിരിക്കും. അപ്പൊ അതിനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അപ്പൊ നമ്മൾ അതിനുള്ള സാമഗ്രികളൊക്കെ ഫ്രിഡ്ജിനകത്തുനിന്ന് പെറുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓരോ സാധനങ്ങൾ എടുക്കുമ്പോൾ ഈ ഫ്രിഡ്ജ് ഇങ്ങനെ അടക്കം തുറക്കൊക്കെ വേണ്ട. അപ്പൊ ഞാൻ ഒറ്റയടിക്ക് ഇങ്ങനെ തുറന്നു വെച്ചിട്ട് എല്ലാം എടുത്ത് ഫ്രിഡ്ജിന്റെ മേലെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ലാസ്റ്റ് എല്ലാം കൂടെ എടുത്തിട്ട് പോകും. അതാണ് ഞാൻ ചെയ്യില്ല. അല്ലെങ്കിൽ ഇങ്ങനെ തുറന്ന് നടക്കുക, പിന്നെ അങ്ങോട്ട് നടക്കുക, പിന്നെ ഇങ്ങോട്ട് നടക്കുക, അങ്ങനെയാവും. അതേപോലെ തന്നെ നമ്മളെ മുകളിലുള്ള കുപ്പികളിലെ സാധനങ്ങളൊക്കെ ഇങ്ങനെ എല്ലാം കൂടെ ആവശ്യമുള്ളതൊക്കെ പെറുക്കി താഴത്തേക്ക് വെക്കും കേട്ടോ. ചില സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ എന്തൊക്കെ ചെയ്യണെന്ന് ഇങ്ങനെ നോക്കിയിരിക്കാണ് കേട്ടോ. അപ്പൊ എനിക്ക് ബിരിയാണി വേണം. ഇപ്പൊ ചെക്ക ബിരിയാണിയൊക്കെ ചുങ്ങടി ചോദിക്കാൻ തുടങ്ങിയിരിക്കണു. ബിരിയാണി മാത്രല്ല കേട്ടോ, എന്തെങ്കിലും വീഡിയോസ് ഒക്കെ കാണുമ്പോഴത്തേക്കിനും അതിൽ കാണാതൊക്കെ എനിക്ക് വേണ്ടി വരും. ഇത് എനിക്ക് നാളെ വാങ്ങിത്തരും എന്നൊക്കെ ചോദിക്കേണ്ട അടുത്ത് എനിക്കത് വേണം എന്നൊക്കെ പറയും കേട്ടോ. നമുക്ക് പറ്റൂലടാന്ന് പറഞ്ഞാൽ എനിക്കത് വേണം എന്നൊക്കെ പറയും. അങ്ങനെ ഒരു ചിക്കനായിട്ടുണ്ട്. അപ്പൊ നമ്മൾ വെജ് ബിരിയാണിക്കുള്ള എന്താ പറയാ ഉള്ളി തക്കാളി സാധനങ്ങളൊക്കെ സെറ്റാക്കാൻ കേട്ടോ. ഒരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മളുള്ളത് വെച്ചിട്ട് ഒരു ബിരിയാണി സെറ്റാക്കാന്ന് കരുതി. അപ്പൊ നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു ടൈമല്ലേ, അപ്പൊ നമുക്ക് അടുപ്പ് എത്തിക്കാനുള്ള സമയമൊന്നുമില്ല. കുക്കറിലാകുമ്പോൾ പെട്ടെന്നാവും. അപ്പൊ നമ്മുടെ നെയ്യിന്റെ കുപ്പി ഒന്ന് കട്ട പിടിച്ചിട്ടുണ്ട്. അപ്പം ഞാനതൊന്ന് ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഒന്ന് ജസ്റ്റ് അതിന്റെ മേലെ ഒന്നിങ്ങനെ ചുറ്റിച്ചെടുത്തപ്പോ അതൊന്ന് അലിഞ്ഞു വന്നു, ഉരുകി വന്നേ. അപ്പൊ അതും നെയ്യ് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുക്കർ ചൂടായപ്പോ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് പട്ടയും ഗ്രാമ്പും ഏലക്കായും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ എല്ലാ സ്പൈസസും ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പൊ അത് നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ വെല്ലുള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നീളത്തിലാണ് കേട്ടോ നമ്മൾ വെല്ലുള്ളി കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മളിത് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വാടി കരിഞ്ഞിട്ടില്ല, മൊരിഞ്ഞു വന്നപ്പോൾ നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്ത് പിന്നെ 2 പച്ചമുളകും തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തു. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ആ പച്ചക്കുത്തൊന്ന് മാറിയിട്ടാണ് കേട്ടോ തക്കാളിയും പച്ചമുളകും ചേർക്കാൻ. അങ്ങനെ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഓക്കെ ആയി കഴിഞ്ഞാൽ കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഗരം മസാല, മീറ്റ് മസാല, പിന്നെ ബിരിയാണി മസാല, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് ആ ഒരു പച്ചമണക്ക പൊടികളുടെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് സോയാബീൻ ഇട്ട് കൊടുക്കാം. സോയാബീൻ ഞാനിവിടെ നമ്മളെ തിളച്ച വെള്ളത്തിലിട്ട് കുതിർത്തി പിഴിഞ്ഞെടുത്താണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ എന്താ പറയാ നമ്മുടെ ക്യാരറ്റ് പിന്നെ മറ്റേ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടല്ലോ, ക്യാരറ്റ്, ബീൻസ്, ഗ്രീൻ പീസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളം, 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് നാരങ്ങയും കൂടെ പിഴിഞ്ഞെടുക്കുക. നാരങ്ങയുടെ 1 മുറിയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ അരി ഇട്ട് കൊടുത്തു. വെള്ളം ഒന്ന് ചൂടായതിന് ശേഷം അരി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചോറ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ കേട്ടോ. ഞാൻ നെയ്ച്ചോറിന്റെ അരിയാണ് എടുത്തിട്ടുള്ളത്. ഈ അരിയുടെ പേര് എനിക്ക് ഓർമ്മല്ല, എന്തോ ഒരു പേര് പറഞ്ഞു കേട്ടോ. അപ്പം ഇതിപ്പോ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു അരി വാങ്ങിയിട്ട് ഈ ഒരു അരി വാങ്ങണം കേട്ടോ. നമ്മൾ ജീരകശാലൊക്കെയാണ് വാങ്ങല്. അങ്ങനെ നമ്മൾ അരി ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കുക, ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് നമ്മുടെ കുക്കർ അടച്ചെടുക്കുക കേട്ടോ. അപ്പൊ ഇനി ഒരൊറ്റ വിസിൽ മതി, നമ്മുടെ സംഭവം സെറ്റ് ആവും. അപ്പോഴേക്കും അർഷാക്ക് വന്നപ്പോൾ അർഷാക്കിനുള്ള ചായ ഒന്ന് ചൂടാക്കി കൊടുത്തു. മക്കളിത് നമ്മുടെ ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ, TV കണ്ട് സമയം കളയാണ്. അപ്പൊ നമ്മൾ കുറച്ച് എന്താ പറയുക പണിയെടുത്ത് സ്ഥിതിക്ക് അടുക്കള ഒന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക, എടുത്ത സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്ത് വെക്കാം കേട്ടോ. എന്നാലും നമ്മൾ കഴിക്കാതിരിക്കുമ്പോൾ ഒരു സമാധാനത്തിലുള്ള കഴിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ കേട്ടത് ചെയ്യണല്ലോ എന്നുള്ളൊരു മൈൻഡ് ആയിരിക്കാം. പിന്നെ അർഷാക്ക് വരുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് ലെവൽ ചെയ്യാൻ കേട്ടോ. അപ്പൊ നമ്മുടെ ഹാൻഡ് വാഷ് ഒക്കെ തീർന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പുതിയ ഹാൻഡ് വാഷ് ഒരു ചന്ദ്രകയുടെ സ്മെല്ലാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കിങ്ങനെ ചില സ്മെല്ലുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തിന്നാൻ തോന്നും, പക്ഷെ അത് സാധനം തിന്നാൻ പറ്റാത്തതായിരിക്കാം. ഈ ക്യൂടെക്സിന്റെ പെയിന്റിന്റെ ഒക്കെ മണക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ അർഷാക്ക് കോളിഫ്ലവർ ഉണ്ട്, പിസത് എന്ത് സാധനം പൂവാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഓനിങ്ങനെ എന്താ കുക്ക് ചെയ്യാത്ത കോളിഫ്ലവർ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മുടെ വെജ് ബിരിയാണിക്ക് സൈഡായിട്ട് നമ്മുടെ സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, തൈരൊക്കെ വെച്ചിട്ട്. അപ്പൊ അത് ഉപ്പുണ്ടോ നോക്കുകയാണ്. ഞാനൊന്ന് നോട്ടട്ടെ എന്ന് പറഞ്ഞു എന്റെ അടുത്ത്. അപ്പൊ ഓനൊന്ന് നോക്കിക്കോട്ടെ എന്ന് കരുതി. അപ്പൊ എനിക്ക് ഉപ്പില്ല എന്നൊക്കെ പരാതി പറയാണ്. ചെക്കപ്പ തന്നെ പരാതി പറയാൻ തുടങ്ങിട്ടോ.
അങ്ങനെ നമ്മൾ ഒരു വിസിലടിച്ചിട്ട് നമ്മളെ വിസിലൊക്കെ പോയിട്ടാണ് കേട്ടോ തുറക്കണത്. ഒരുപാട് നേരമൊന്നും വെച്ചില്ല. വിസിൽ പോയപ്പോൾ തന്നെ മക്കള് അർജന്റ് കൂട്ടിയിട്ട് ഞാൻ പെട്ടെന്ന് തുറന്നു. എന്നാലും വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ സോയാബീൻ കുറച്ച് അധികമായി. നമുക്ക് വേറെ പച്ചക്കറികളൊന്നും പെട്ടെന്ന് എടുക്കാൻ കിട്ടിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ നമ്മുടെ ചോറൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല, നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ കുക്കറിൽ സെറ്റാക്കാം കേട്ടോ. അപ്പൊ നെയ്ച്ചോറിന്റെ അരി ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ സോയാബീന്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ എനിക്ക് വലിയ ഇഷ്ടമല്ല ആ സാധനം, അർഷാക്കൂനും ഇഷ്ടമല്ല. അപ്പൊ അതിന്റെ ഒരു ഫ്ലേവർ ഉള്ളതുകൊണ്ട് ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. മക്കളൊക്കെ വാരി കോരി തിന്നിട്ടോ. അവർക്ക് പിന്നെ സോയാബീൻ വെറുതെ കൊടുത്താലും തിന്നും, വെറുതെ കൊടുത്താലും തിന്നൂല കേട്ടോ. വെറുതെ ഒരു ഫ്ലോക്കാണ് പറയാണ്. അങ്ങനെ നമ്മൾ ചൂടാറാൻ വേണ്ടിയിട്ട് രണ്ടാക്കും ഒരു പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും പച്ചമുളക് എടുത്ത് എറിയുന്നുണ്ട് കേട്ടോ. ആ പ്ലേറ്റിൽ നിന്ന് ഈ പ്ലേറ്റിലോട്ടും ഈ പ്ലേറ്റിൽ നിന്ന് ആ പ്ലേറ്റിലോട്ട് എറിയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേർക്കും കൂടെ ഫുഡൊക്കെ കൊടുത്തു. അപ്പോഴേക്കും നമ്മുടെ വീട്ടിലുള്ള താഴത്തുള്ളവരൊക്കെ കയറി വന്നിട്ടുണ്ട് കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട്. അപ്പൊ ഇനി കുറച്ചു നേരം ഒരു ലളഹയാണ്. ഒന്ന് കണ്ണും ചെവി മൂക്കും കാതും കൈയും ഒന്നും കേൾക്കൂല. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസമോള് മീശയും താടിയൊക്കെ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇൻഷാല്ലാ വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരും. അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റാ.